Hello dear students, welcome back to SLC English Medium class. SLC English Medium ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്ട്സ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ആ പാർട്ട് ഒന്ന് പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ പാർട്ട് 2, അതായത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിന് 4 പ്രധാന ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട് 1 അല്ലേ? പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. ഓക്കെ, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡിൻ്റെ ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം, എന്താണ് മക്കളെ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോളിനോയിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? 9th പഠിച്ചിട്ടുണ്ട് നമ്മൾ. സോളിനോയിഡ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. സോളിനോയിഡ് മീൻസ് ഇറ്റ് ഈസ് എ ഇൻസുലേറ്റഡ് വയർ വൗണ്ടഡ് ഇൻ എ ഹെലിക്കൽ ഷേപ്പ്. ഹെലിക്കൽ ഷേപ്പിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റഡ് വയറിനെയാണ് എന്ത് വിളിക്കുക? സോളിനോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹെലിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്പ്രിങ്ങില്ലേ, സ്പ്രിങ്ങിൻ്റെ ഷേപ്പ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സോളിനോയിഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സോളിനോയിഡാണ്. ഓക്കെ, ഇത് ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ബൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിനെ വിളിക്കാം, എന്ത് വിളിക്കാം? ഇതൊരു സോളിനോയിഡാണ്. എന്താണ് സോളിനോയിഡ് എന്ന് ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണ്? റെഡിയാണ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആക്ട് ആസ് എ മാഗ്നറ്റ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഏതൊരു കണ്ടക്ടറും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇതും ഒരു കണ്ടക്ടർ ആണല്ലോ. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറാണ്. അത് ഹെലിക്കൽ ഷേപ്പിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? നമുക്ക് നോക്കാം, കറണ്ട് കൊടുത്തു നോക്കാം. ഇവിടെ സെല്ല് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും അല്ലേ? ഇങ്ങനെ വന്ന് അപ്പോൾ കറണ്ട് പോസിറ്റീവിൽ നിന്ന് തുടങ്ങി കറണ്ട് ഇങ്ങനെ കറങ്ങി ഇറങ്ങി എന്ത് ചെയ്യും? നെഗറ്റീവിലേക്ക് വരും അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും. 8th നമ്മൾ ബാർ മാഗ്നറ്റിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. ഈ രീതിയിലുള്ള ഒരു ഫീൽഡാണ് നമ്മൾ 8th ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡായിട്ട് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നോക്കുന്നത്, ഇങ്ങനെ ഒരു സോളിനോയിഡിലേക്ക് കറണ്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യാം. മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഇതുപോലെ. നമുക്ക് ഒരു ബാർ മാഗ്നറ്റിൽ എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയത്, അതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക, ഇതിന് ചുറ്റും കിട്ടുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാർ മാഗ്നറ്റ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റിന് എന്തുണ്ട്? ഒരു നോർത്ത് പോൾ, ഒരു സൗത്ത് പോൾ ഉണ്ട്. ശരിയല്ലേ? ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. ഇനി ബാർ മാഗ്നറ്റിൽ ഏത് മാഗ്നറ്റ് ആണെങ്കിലും എന്തുണ്ട്? നോർത്ത് പോൾ, സൗത്ത് പോൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിലെന്തുണ്ടാവും? ഒരു നോർത്ത് പോൾ ഉണ്ടാവും, ഒരു സൗത്ത് പോൾ ഉണ്ടാവും. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഒരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ആ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സോളിനോയിഡിനെ ഇങ്ങനെ കയ്യിലെടുക്കാം. ഇതിപ്പോൾ സോളിനോയിഡ് ആണല്ലോ. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡ് ഉണ്ടാവും. ഇതൊരു എൻഡാണ്, ഇതൊരു എൻഡാണ്.
ശരിയല്ലേ? ഇങ്ങനെ 2 എൻഡുകൾ ഉണ്ടാവും സോളിനോയിഡിന്. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ സോളിനോയിഡിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് നിങ്ങളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കാം. ഏതെങ്കിലും ഒരു എൻഡ്, ഈ എൻഡാണെങ്കിൽ ഇങ്ങനെ പിടിക്കാം, ഈ എൻഡാണെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ആ എൻഡിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. നോക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ഞാനിപ്പോൾ ഈ സോളിനോയിഡ്, ഇത് ഇങ്ങനെ ഇരിക്കുന്ന സോളിനോയിഡ് അല്ലേ? ഓക്കെ. ഈ സോളിനോയിഡിൽ കറണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കറണ്ട് കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് അല്ലേ? ഇവിടെ നോക്കുമ്പോൾ നമുക്കിതൊരു ഇത് ശരിക്കും 3D ഫിഗറാണ്. ഇത് നമ്മൾ ജസ്റ്റ് പ്ലെയിനിൽ ഇങ്ങനെ 2D ആക്കി വരച്ചെന്നുള്ളൂ. ഓക്കെ, 2 ഡയമെൻഷൻ ആക്കി. നമുക്ക് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് സോളിനോയിഡ് ഇങ്ങനെ കൊണ്ടുവന്നത്. ഓക്കെ. ഈ സോളിനോയിഡ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. കറണ്ട് ഇങ്ങനെ കൊടുക്കുന്നു, കറണ്ട് ഇങ്ങനെ കയറിയിട്ട് ഇതാ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങളിത് ഈ എൻഡാണ് നിങ്ങൾ ഫേസിന് നേരെ ഇങ്ങനെ പിടിക്കുന്നു വിചാരിക്കാം. ഈ എൻഡിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. ഈ എൻഡിൽ ഇതാ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ഇങ്ങനെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി. നോക്കി, ശരിക്കും നോക്കി, ഇതാ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ വന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഈ എൻഡ് നോക്കുകയാണെങ്കിലും ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ ഉറപ്പാണ് എന്താണ്? ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ വരികയാണ് അല്ലേ? ഇതെന്താണ്? ക്ലോക്ക് വൈസ് ആണ്. ഡൗട്ടില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഒരു എൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അടുത്ത എൻഡ് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ടെക്നിക്ക് പറയുന്നത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന എൻഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സൗത്ത് പോളായിരിക്കും. അതായത് ആ എൻഡിന് ഏത് പോളാണ് കിട്ടുന്നത്? സൗത്ത് പോളാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്ന എൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എൻഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? നോർത്ത് പോളുമായിരിക്കും. ഓക്കെ. Hold a current carrying solenoid with one end facing you. The current at which one end is in clockwise direction, that end will be south pole, and the other end in anti-clockwise direction will be north pole. ഓക്കെ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എവിടെയാണോ കറണ്ട് പാസ് ചെയ്യുന്നത് അവിടെ എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. മറ്റെന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതാ ഈ ഒരു സോളിനോയിഡിനകത്തേക്ക് നമ്മളിത് ഒരു സോഫ്റ്റ് അയണിൻ്റെ പീസ് ഇങ്ങനെ കൊണ്ടുവരണം. സോഫ്റ്റ് അയൺ, ഒരു സോഫ്റ്റ് അയണിൻ്റെ പീസ്. ഇതെന്താണ്? സോഫ്റ്റ് അയൺ, ഒരു പച്ചിരുമ്പ്. സോഫ്റ്റ് അയൺ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കാം. കാണുന്ന സമയത്ത് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒന്നും കൂടെ കൂടിയിട്ടുണ്ടാവും. The strength of the magnetic field increases when introduce a soft iron piece into the solenoid. സോളിനോയിഡിനുള്ളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ പീസ് കൊണ്ടുവരുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ എന്തുണ്ട്? സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോളിനോയിഡാണ്. ഇതിന് നിങ്ങൾ എന്തെടുത്തിട്ടുണ്ട്? സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിലൊരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സോഫ്റ്റ് അയണിൻ്റെ പീസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. ഇതൊരു സോഫ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം ഉള്ളതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നോക്കാം. നമുക്ക് 3 ഫാക്ടേഴ്സാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന് നമുക്കറിയാം, ഈ ടേൺസിൻ്റെ നമ്പർ കൂട്ടി വിചാരിക്കാം. ഇതിപ്പോൾ ഇവിടെ 1, 2, 3 ടേൺസ് ആണുള്ളത് അല്ലേ? ഇതിൻ്റെ നമ്പർ, അതായത് ഇനി ഒരു 5 ആക്കിയെന്ന് വിചാരിക്കാം. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടി വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും കിട്ടുക. ഉറപ്പാണ്. ഓക്കെ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പാർട്ടിൽ അല്ലേ? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. അപ്പോൾ സോളിനോയിഡിൻ്റെ കേസിലും ഇത് തന്നെയാണ്. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് വിൽ ബി ഇൻക്രീസസ്. ഓക്കെ. അടുത്തൊരു ഫാക്ടറാണ് കറണ്ട് ഇൻറ്റൻസിറ്റി. അതായത് നിങ്ങൾ കൊടുക്കുന്ന കറണ്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെ അഫക്റ്റ് ചെയ്യും? ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യും. വെൻ ദ കറണ്ട് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് വിൽ ബി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫാക്ടറാണ് ആര്? കറണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അതെന്താണ്? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, സോഫ്റ്റ് അയൺ കോർ. വെൻ എ സോഫ്റ്റ് അയൺ കോർ introduce into the current carrying solenoid, the intensity of the magnetic field also increases.
ഓക്കെ, അപ്പോൾ സോഫ്റ്റ് അയൺ കോർ കൊണ്ടുവരുന്ന സമയത്തും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്, ഒരു ഫാക്ടറാണ്. അപ്പോൾ 3 ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, ദെൻ ഇൻട്രൊഡ്യൂസ് എ സോഫ്റ്റ് അയൺ കോർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു ബാർ മാഗ്നറ്റും ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. സിമ്പിളാണ്, എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ നമുക്ക് ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആണോ? ഇല്ല, അത് ടെമ്പററി ആണ്. നമുക്ക് സപ്ലൈ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇത് ടെമ്പററി ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ദ മാഗ്നറ്റിസം ഈസ് പെർമനൻറ്റ്, ഇവിടെ മാഗ്നറ്റിസം ഈസ് ടെമ്പററി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തത്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഫീൽഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടാനോ കുറക്കാനോ പറ്റുമോ? ഇല്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. The magnetic field around a bar magnet cannot be changed. ഇവിടെയാണെങ്കിലോ can be changed. അല്ലേ? എന്തുകൊണ്ട്? നമുക്കറിയാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ കറണ്ട് ഇൻറ്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് അയൺ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ഇനി നമ്പർ ഓഫ് ടേൺസ് കൂട്ടുകയാണെങ്കിലോ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ പറ്റും. ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് പോൾസിനെ കുറിച്ചാണ്. അതായത് ഇവിടെ പോൾ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. മാഗ്നറ്റിക് പോൾസ് ഇൻ ബാർ മാഗ്നറ്റ് ഈസ് പെർമനൻറ്റ്. ദ മാഗ്നറ്റിക് പോൾസ് ഇൻ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഈസ് നോട്ട് പെർമനൻറ്റ്. പെർമനൻ്റ് ആണോ? അല്ല, ഇത് ടെമ്പററി ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, നമുക്കറിയാം ഇവിടെ ഒരു പോൾ കിട്ടും. ഇവിടെ നോർത്താണ് കിട്ടിയെന്ന് വിചാരിച്ചാൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നോർത്ത് വരാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് പോൾസ് ക്യാൻ ബി ചേഞ്ച്ഡ്, അല്ലേ? ഇവിടെ മാഗ്നറ്റിക് പോൾസ് കനോട്ട് ബി ചേഞ്ച്ഡ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത സെക്ഷൻ, ഇതിൻ്റെ 3ാമത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പരമാവധി എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.